ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചൊല്ലുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഒരു സുഡിയോ ഹോളാണ്. അപ്പം ഞാൻ ആക്ച്വലി ഈ സുഡിയോയിൽ ഇങ്ങനെ കോസ്മെറ്റിക്സും ബാഗും ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങുന്നതൊക്കെ ഇതുപോലെ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വ്ളോഗ് കണ്ടിട്ടാണ് ഞാൻ അറിയാറ്. കാരണം ഞാൻ അങ്ങനെ എപ്പോഴും സുഡിയോയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പോകാറില്ല. ഒന്നാമത് ഞാനിപ്പോൾ ദുബായിലും കൂടി ആയതുകൊണ്ട് തീരെ ഇപ്പോൾ സുഡിയോയിൽ പോകാറില്ല. ദുബായിൽ ഒരു സുഡിയോ അല്ല 2 സുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്, എന്നാലും ഞാനിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും പോകാറില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഒരു വ്ളോഗേഴ്സിൻ്റെ കുറേ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് കുറച്ച് വേറെ വെറൈറ്റി ആയിട്ടുള്ള ക്യൂട്ട് സാധനങ്ങളൊക്കെ സുഡിയോയിൽ ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തുകൂടാ, കാരണം ഇങ്ങനെയാണല്ലോ ഓരോരുത്തരും അറിയാത്തവരുമൊക്കെ അറിയുന്നതെന്ന്. സോ അങ്ങനെ ഞാൻ വളരെ കുറച്ച് സാധനം മേടിച്ചുള്ളൂ. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി മേടിച്ചത്, ഞാൻ ആക്ച്വലി ഒരൊറ്റ സ്റ്റുഡിയോയിലേ പോയുള്ളൂ. വേറെ 2-3 ബ്രാഞ്ചസിലും കൂടെ പോയെങ്കിൽ വേറെ കുറച്ച് സാധനം കിട്ടുമായിരുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ദി ഫസ്റ്റ് വൺ. ഇത് ലിപ്സ്റ്റിക് കിറ്റാണ്. പക്ഷേ നോക്കിയേ, മിനി ക്യാപ്സ്യൂൾ പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് ചോക്കോ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ ഒരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസിൽ കണ്ടതിൽ അവർ പറയുന്നത് ഇതിൻ്റെ ഒരു വേരിയൻറ്റും കൂടി ഉണ്ടെന്നാണ്. പക്ഷെ ഞാൻ പോയ സ്റ്റുഡിയോയിൽ ഒരു വേരിയൻറ്റ് ഈ ഒറ്റ വേരിയൻറ്റ് ഞാൻ കണ്ടുള്ളൂ. ഇനി അടുത്ത 2-3 സ്റ്റുഡിയോയിലും കൂടെ പോയി നോക്കിയിട്ട് വേറെ വേരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് കൂടി ഇടുന്നതായിരിക്കും. സോ ഇതാണ് ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സാധനം. അതിന് മുന്നേ ഞാനൊരു ലിപ് ബാമും കൂടെ അവിടെ നിന്ന് മേടിച്ചു. കുറേ നോക്കി, കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, ക്രാൻബെറി അത് ഇതൊക്കെ. അപ്പോൾ ഇതെനിക്ക് ആക്ച്വലി ഇത് ബബിൾക്കം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ബബിൾക്കം ലിപ് ബാം എന്നാണ്. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചു, ഒന്ന് യൂസ് ചെയ്ത് ഞാൻ നോക്കി. നല്ല രീതിക്ക് നമ്മൾ ബബിൾക്കം ചവയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മണമില്ല, അതായത് ടിൻറ്റഡ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബബിൾക്കം നമ്മൾ ചവയ്ക്കുമ്പോൾ ആ ഒരു നല്ല മണമാണ് കിട്ടുന്നത്. സോ നമുക്ക് ഇന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, സോ ഞാൻ ആദ്യം തന്നെ ഞാൻ ഒരു ടിൻറ്റഡ് ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതിട്ടിട്ട് ഓരോന്ന് ട്രൈ ചെയ്യാം. ഓൾറെഡി ക്ലൈമറ്റ് നല്ല ചൂടായിരുന്നു, ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയി. എൻ്റെ ചുണ്ട് നല്ല രീതിക്ക് ഇപ്പോൾ പിഗ്മെൻറ്റഡും ആയി, പിന്നെ അതുകൊണ്ട് നല്ല ഡ്രൈ ആയി, ചുണ്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ ലിപ് ബാം ഇടാതെ ഇട്ടാണ് പണിയാണ്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹോംലെസ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ റിവ്യൂ കൊടുക്കണമെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് മേക്കപ്പൊന്നും ഇടാതെ തന്നെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈക്ക് നമ്മുടെ ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് ഈ ഷെയ്ഡ്സൊക്കെ മാച്ച് ആവുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മേക്കപ്പൊക്കെ ഇട്ട് കൺസീലറൊക്കെ ഇടുമ്പോൾ കുറച്ച് നമ്മൾ സ്കിന്ന് ബ്രൈറ്റൻ ആവത്തില്ലേ. അപ്പോൾ അതിനെക്കാട്ടി നമ്മുടെ നോർമൽ നാച്ചുറൽ സ്കിന്നിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. സോ ഇതിൽ 6 ഷെയ്ഡ്സാണ് ഉള്ളത്. ഇതിൽ ഓൾറെഡി ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ 3 ഷെയ്ഡ്സ് ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ ഒരു വേരിയൻറ്റും വേറെ 3 ഷെയ്ഡ് ഒരു പിങ്കിൻ്റെ വേരിയൻറ്റുമാണ്. ഇതിൽ ബ്രൗണൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം, പക്ഷേ പിങ്ക് ഷെയ്ഡ്സൊക്കെ എനിക്ക് നല്ലതായിട്ട് വാഷ് ഔട്ടായിട്ടാണ് കാണിക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഈ ഷെയ്ഡ് ട്രൈ ചെയ്ത് കാണിക്കാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതെനിക്ക് ചേരുന്നുമുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് കാണിക്കാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതെനിക്ക് ചേരുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, എടുത്തൊരുപാട് കാണിക്കുന്നുമില്ല, എന്നാൽ സട്ടിലും തീരെ ന്യൂഡും അല്ല, ഒരു മീഡിയം ആയിട്ടൊരു ചോക്ലേറ്റ് ഒരു കളർ പോലെ ഉണ്ട്. പക്ഷേ ദിസ് ഇസ് ആക്ച്വലി ഗുഡ്, സീരിയസ്ലി. പിന്നെ ഇത് ഭയങ്കര ഈസി ടു ക്യാരിയാണ്, പേഴ്സിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഷെയ്ഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു. മീഡിയം ടു ഫെയർ സ്കിൻ ടോൺകാർക്കും ഡാർക്കർ സ്കിൻ ഷെയ്ഡ്സും എല്ലാവർക്കും ഒരേപോലെ സ്യൂട്ടായി പോകും ഈ ലിപ് ഷെയ്ഡ്, അത് ഉറപ്പാണ്. കാരണം ഞാനൊന്നും മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ ഇത് നല്ല രീതിക്ക് ഒരു ഭംഗിയുണ്ട്. സോ ഇത് തുടച്ചിട്ട് അടുത്തത് നമുക്കിടാം. അടുത്തത് ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒരേപോലെ തോന്നുമായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഈ ബ്രൗൺ വേരിയൻറ്റിൽ
ആദ്യം ഇട്ടത് ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ ആയിരുന്നു. പിന്നെ ഈ രണ്ട് കളേഴ്സും കൂടെയാണ് ഇനിയുള്ളത്. ടോട്ടലി ഈ 3 കളേഴ്സാണ് ഉള്ളത്. ഇതിൽ ഈ നടുക്കുള്ളതാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇനി ഇത് രണ്ടും ഉണ്ട്. ഇത് ഏറ്റവും ന്യൂഡാണെന്ന് തോന്നുന്നു ബ്രൗണിൽ. എനിക്ക് ഏറ്റവും ന്യൂഡായിട്ടുള്ളതും ഇത് അതിൻ്റെ മീഡിയം ലെവലിൽ നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ന്യൂഡായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇത് എന്താ പറയുക, ലിപ്പിൻ്റെ നാച്ചുറൽ കളർ പോലെ തന്നെയാണ് കിടക്കുന്നത്. അത് നമ്മൾ ഒരു ന്യൂഡ് ഷെയ്ഡ് എന്ന് പറയാം. കുഴപ്പമില്ല, ചേരുന്നുണ്ട്. പക്ഷേ വേണമെങ്കിൽ ഇഫ് യു വാണ്ട് ലൈക്ക് നമുക്കിതുപോലുള്ളൊരു റെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു ലിപ്പ് ലൈനർ ഇട്ടൊന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അത് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടാലി ആവും. ഞാൻ ചേരുന്നില്ല എന്ന് പറയുന്നില്ല, ബിക്കോസ് നല്ല സട്ടിലായിട്ട് തന്നെയാണ് കിടക്കുന്നത്, ചേരായികയൊന്നുമില്ല. ഇത് സ്യൂട്ട് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ സ്കിൻ ടോണിലേക്ക്. ഇങ്ങനത്തെയൊക്കെ സ്കിൻ ടോണുള്ളവർക്ക് സ്യൂട്ട് ചെയ്യും എന്തായാലും. സോ നമുക്കിനി അടുത്ത ഷെയ്ഡിലേക്ക് പോവാം. അടുത്തത് ഈ നേരത്തെ ഇട്ട 2 ഷെയ്ഡിൻ്റെ നടുക്ക് വരുന്ന ഒരു ഷെയ്ഡാണിത്. കണ്ടില്ലേ, തീരെ ഡാർക്കും അല്ല തീരെ ന്യൂഡും അല്ല. എനിക്ക് തോന്നുന്നു ഇത് ഞാനിപ്പോൾ ഈ ലൈറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾ ലൈക്ക് ശരിക്കും ഇത് മേടിച്ച് യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ചും കൂടെ നമുക്ക് കളർ ഡിഫറൻസ് വരും. ആക്ച്വലി എൻ്റെ റിംഗ് ലൈറ്റ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ റിംഗ് ലൈറ്റ് ഒന്നും യൂസ് ചെയ്തല്ല ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതും ആക്ച്വലി ഗുഡാണ്. എനിക്ക് ഈ ബ്രൗണിൻ്റെ 3 ഷെയ്ഡ്സും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ നമുക്ക് അടുത്ത ഇനി പിങ്ക് ഷെയ്ഡിലേക്ക് പോവാം. ദിസ് ഈസ് ഓൾസോ ഗുഡ് ഫോർ മീഡിയം ടു ഫെയർ സ്കിൻ ടോൺകാർക്കും എല്ലാവർക്കും. മീഡിയം ടു ഫെയർ സ്കിൻ ടോൺകാർക്ക് എന്തായാലും ചേരും, ബിക്കോസ് എനിക്ക് ചേരുന്നുള്ളതുകൊണ്ട്. അടുത്ത് ഞാൻ ഇടാൻ പോകുന്നത് ഈ ഷെയ്ഡാണ്. നമ്മുടെ പിങ്ക് വേരിയൻസിൽ വരുന്ന ഷെയ്ഡ്സൊക്കെ ഈ 3 ഷെയ്ഡാണ്. ഈ 3 ഷെയ്ഡ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതാണ് ഇടാൻ പോകുന്നത്. ഇത് നല്ല രീതിക്ക് വാഷ് ഔട്ട് ആയിട്ടായിരിക്കും എൻ്റെ ഫേസിൽ ഇരിക്കുന്നത്, ബിക്കോസ് ഞാൻ ഇട്ട് നോക്കിയപ്പോഴും അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ ലൈറ്റ് അടിക്കുമ്പം പിങ്കായിട്ട് തോന്നുന്നതാണ്. കണ്ടോ, ഞാൻ ബാക്കിലേക്ക് നീങ്ങുമ്പം എൻ്റെ ഫേസ് വളരെയധികം ഡിമ്മാണ്, ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. ബിക്കോസ് വാഷ് ഔട്ട് ആയതുപോലെ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് ഇത് ചേരത്തില്ല, നല്ല രീതിക്ക് ന്യൂഡ് ഷെയ്ഡാണ്, ഭയങ്കര വാഷ് ഔട്ടായിട്ടിരിക്കുന്നു. അപ്പോൾ അതിനാകെ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു റെഡ് ലിപ്പ് ലൈനർ ഇട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ ബെറ്റർ ആവും അപ്പോഴേക്കും. ഓക്കെ, സോ ഇതാണ് ഈ ഷെയ്ഡ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ന്യൂട്ടെന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ സാധനം ഓക്കെയാണ്. അല്ലെങ്കിൽ നല്ല രീതിക്ക് ഫേസ് വാഷ് ഔട്ടായിട്ടിരിക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. ഇതേയുള്ള 2 ഷെയ്ഡ്സും ഇതുപോലെ നല്ല രീതിക്ക് വാഷ് ഔട്ടായ ഷെയ്ഡ്സാണ്. കണ്ടില്ലേ, വളരെയധികം ചേരുന്നില്ല ഗൈസ്, വാഷ് ഔട്ടായിട്ടാണ് ഇരിക്കുന്നത്. This is a no for skin tones from medium to fair skin tone people. ഇത് സ്യൂട്ട് ആകത്തില്ല, ബിക്കോസ് ഷെയ്ഡൊക്കെ ലൈറ്റിൽ കാണാൻ കൊള്ളാം, പക്ഷേ നമ്മുടെ മുഖത്തിനെ ചേരത്തില്ല. അതാണ് മറ്റൊരു സത്യം. ഇതൊന്ന് ലൈൻ ചെയ്ത് നോക്കട്ടെ. ലൈൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്, ദാറ്റ്സ് ഫൈൻ. ഈ ലിപ്പ് ലൈനർ ഇസ് വെരി ഗുഡ്. ഓക്കെ, ഇത് നൈക്കയുടെ ലിപ്പ് ലൈനറാണ്. പക്ഷേ എനിക്കിത് ഷെയ്ഡ് ഏത് ഷെയ്ഡാണെന്ന് എനിക്കറിയില്ല. നൈക്കയെ ചെന്നിട്ട് ഡാർക്ക് ലിപ്പ് ലൈനറിൻ്റെ ഷെയ്ഡ് ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും കിട്ടാമെന്ന് നിങ്ങൾക്ക്. ഇതെൻ്റെ എങ്ങനെ പോയാലും ഒരു 6 or 7 ലിപ്പ് പെൻസിലാണ്. ബിക്കോസ് അത്രയ്ക്കും എൻ്റെ ഫേവററ്റ് എന്ന് വെച്ചാൽ ദ മോസ്റ്റ് ഫേവററ്റ് വൺ. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് എവറിബഡി ഫോർ ദിസ് ഓൺലി, ബിക്കോസ് അത്ര അടിപൊളിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ ബാഗിൽ ഈ സാധനം കാണും. സോ അതുകൊണ്ട് ഈ ലിപ്പ് ലൈനും ഇങ്ങനെ ലിപ്പ് ലൈൻ ചെയ്തിട്ടാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ്. സോ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഇതുപോലത്തെ ഒരു ഷെയ്ഡാണ്.
നല്ല രീതിക്ക് വാഷ് ഔട്ട് ആയിട്ടിരിക്കുകയാണ് ഇരിക്കുന്നത് ഗൈസ്. ഇതൊരു ഒരുമാതിരി ഓറഞ്ച് കളർ, ഓറഞ്ച് പിങ്കിഷ്, ഓറഞ്ച് പിങ്ക് ഒക്കെ മിക്സ് പോലെ. നോ, എ ബിഗ് നോ. ഓ മൈ ഗോഡ്, ഒട്ടും പോരാ, നന്നായിട്ട് വാഷ് ഔട്ട് ആവുന്നുണ്ട്. നമുക്ക് ഇതും ലൈൻ ചെയ്ത് നോക്കാം. നമ്മൾ ഏത് ലിപ്സ്റ്റിക് നമുക്ക് ചേരില്ല എന്ന് പറഞ്ഞാലും നമ്മളത് ചേർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എനിക്ക് ലൈൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലെ ചില സമയത്ത് ഓൺലൈൻ വഴി ഓരോ ഷെയ്ഡ് മേടിച്ചിട്ട് മാറിപ്പോവും, അവസാനം പിന്നെ റിഗ്രറ്റ് അടിക്കും. അപ്പം ഞാൻ ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ് ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ലിപ് ലൈനർ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ലൈൻ ചെയ്തപ്പോൾ നേരത്തെ പോലെ തന്നെയാണ്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം, പ്രശ്നമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിപ്പോൾ ഞാൻ 6 ഷെയ്ഡ്സും ഞാൻ ട്രൈ ചെയ്തു. അപ്പം ഇതാണ് ആക്ച്വലി ഈ ലിപ്സ്റ്റിക്, നമ്മുടെ ലിപ്സ്റ്റിക് കിറ്റിലുള്ള ലിപ്സ്റ്റിക്കിൻ്റെ എൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, നല്ല രീതിക്കിത് ട്രാൻസ്ഫർ പ്രൂഫാണ്. അപ്പം ഫുഡ് കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ നല്ല രീതിക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പക്ഷേ എന്നാലും എക്സസ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഡാബ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും ഇരിക്കുമെന്ന് തോന്നുന്നു. ഇനി ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോയാലും ഇത് എത്ര നേരം നിൽക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. നല്ല രീതിക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അല്ലാതെ ആ ബ്രൗൺ ഷെയ്ഡ്സ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു ഷെയ്ഡ്സൊക്കെ. പിന്നെ വാഷ് ഔട്ട് ആവുന്ന ഷെയ്ഡ്സ് ആ 3 ആണ്. അത് നമുക്ക് ലൈനർ ഇട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു? സോ ഇതിൻ്റെ റേറ്റ് വരുന്നത് 199 ആണ്. 199 ദിസ് ഈസ് വർത്ത് ഇറ്റ് എന്ന് ഞാൻ പറയാം. ബിക്കോസ് 6 എണ്ണം ഉണ്ട്, അതിൽ 3 എണ്ണവും നല്ല രീതിക്ക് ചേരുന്ന ഷെയ്ഡാണ്. പിന്നെ ബാക്കി 3 എണ്ണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ളതേ ഉള്ളൂ. സുഡിയോയുടെ എപ്പോഴും ചീപ്പാണല്ലോ എല്ലാ പ്രോഡക്ട്സും, അത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി വെരി ഗുഡ് ഉള്ളി. സോ ബാക്കിയുള്ള എന്താ പറയുക, ഇനി എനിക്ക് 2-3 പ്രോഡക്ട്സും കൂടെ റിവ്യൂ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ആൻ ഐഷാഡോ ക്രയോൺ, ഐഷാഡോ ക്രയോൺ. ഇതും ഞാനൊരു വ്ളോഗറിൻ്റെ റീല് കണ്ടിട്ട് തന്നെ മേടിച്ചതാണ്. ദിസ് വൺ ആൻഡ് ദിസ് വൺ ഇതിൻ്റെയും. പിന്നെ ഞാനൊരു ലിപ്പ് മാസ്കും ഒരു അണ്ടർ ഐ പാച്ചും ഞാൻ മേടിച്ചു. പിന്നെ ഞാനൊരു വാച്ച് മേടിച്ചു. ഇതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണിക്കാം, ബിക്കോസ് അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. സോ ഇതിൻ്റെ പാർട്ട് 2 വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക ഗൈസ്. സോ അണ്ടിൽ ദെൻ ദിസ് ഇസ് അമൃത രവികുമാർ സൈനിങ് ഓഫ്. അപ്പം നിങ്ങളും വേഗം തന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അടുത്തൊരു വേരിയൻ്റ് ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് വേറെ സ്റ്റുഡിയോയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ട് സ്റ്റുഡിയോ പോയിട്ട് മേടിച്ച് ഇതൊക്കെ ട്രൈ ചെയ്ത്. ദിസ് ഇസ് എ വെരി ക്യൂട്ട് തിങ് ആൻഡ് വെരി റെയർ ആയിട്ടുള്ള ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ സ്റ്റുഡിയോ സാധനങ്ങളൊക്കെ ഇറക്കുന്നത്. സോ ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, ബട്ട് ദിസ് ഇസ് മൈ റിവ്യൂ. ഞാനും റിവ്യൂ കണ്ട് സാധനങ്ങൾ മേടിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എൻ്റെ റിവ്യൂ കൊണ്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇടുന്ന വീഡിയോസാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ അണ്ടിൽ ദെൻ ദിസ് ഇസ് അമൃത രവികുമാർ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.